ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നിട്ട് അടിച്ചു പൊളിക്കുകയാണ്. രണ്ടുപേരും, അമ്മയും ഞാനും സോനും ഒക്കെ കൂടിയിട്ട് കുറേ നേരം സംസാരിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പാർട്ട് 2 അതിൻ്റെ ബാക്കിയാണ്. ഇപ്പോൾ നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറി നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ ഒരു പ്രത്യേക വൈബാണ് അവിടെ ചെല്ലുമ്പോൾ, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആ കാര്യം. നമുക്ക് ഭയങ്കര മനസ്സമാധാനം ഫീൽ ചെയ്യാറുണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ കുളിച്ചൊക്കെ റെഡിയായി രണ്ടാളും കൂടി ഇറങ്ങുകയാണ് അമ്പലത്തിലേക്ക്. അപ്പോൾ നമുക്ക് പോയാലോ? അമ്മേനെ കാണണ്ടേ? വാ, നമുക്ക് ഉള്ളിലേക്ക് പോവാം ആദ്യം, എന്നിട്ട് നമുക്ക് പോവാം. അമ്മയോ ഗുരുവായൂർ അമ്പലത്തിലേക്ക്? അമ്മ ഇടയ്ക്ക് പോണ, അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് അത് പാർട്ട് വന്നില്ല കണ്ടത്, പാർട്ട് ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ശരി അമ്മ, പോയിട്ട് വരാട്ടോ. അപ്പൊ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുകയായിരുന്നു വിചാരിക്കണു. ഓണം എത്തിയില്ലേ? ഇപ്രാവശ്യത്തെ ഓണം എത്തി. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ ഓണാവട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം എല്ലാവരോടും. അപ്പൊ ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. അതെ, പോണ വഴിക്ക് ഞാൻ നികേഷേട്ടനോട് പറഞ്ഞു നമുക്ക് ആനക്കോട്ടയിൽ ഒന്ന് കയറിയാലോ എന്നപ്പ, അല്ലേ? അതെ, സമയം ഉണ്ടെങ്കിൽ കയറാം. കാരണം അവിടെ ടൈമിംഗ് ഉണ്ട്. അപ്പൊ അടയ്ക്കാറായോന്ന് അറിയില്ല. നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കയറാം. അതെ, നമ്മള് പണ്ട് കുറെ വർഷം മുമ്പ് പോയപ്പോ ഒരു വ്ളോഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് പോയപ്പോ. എന്നാലും ഒന്ന് കയറി. അതെ, നമുക്ക് ടൈം അവിടെ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയറും, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു തവണ. അപ്പൊ നോക്കാം, ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. പോണ വഴിക്ക് കാണാൻ. പോണ വഴിക്ക് ആനക്കോട്ടയിൽ എത്തിയിട്ടോ അടച്ചോന്ന് അറിയത്തില്ല. ടിക്കറ്റ് എടുത്ത് ഇത് ചോദിക്കണം, അല്ലേ? അതെ, അങ്ങനെ ഞങ്ങൾ ആനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. അടച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കുറെ ആൾക്കാരെ കാണാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആനത്താവളത്തിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതെ, വാ. നമ്മളങ്ങനെ കേറിയിട്ടോ സമയം കഴിഞ്ഞിട്ടില്ലായിരുന്നു. 5 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? അതെ, നമ്മള് കുറച്ച് ഭാഗ്യമുണ്ട് ഞങ്ങക്ക്. ഞങ്ങൾ വേഗം ഒരു 10-15 മിനിറ്റ് മുമ്പ് എത്തി. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ആനകളൊക്കെ കണ്ട് നമുക്ക് ഇറങ്ങാൻ. അതെ, ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം, നമുക്ക് പകർത്തും ചെയ്യാം. ആനകളൊക്കെ കാണാൻ വേണ്ടിയല്ലേ? ആനകളൊക്കെ കാണിക്കാം കേട്ടോ ആനത്താവളത്തിന്റെ ഉള്ളില്. ഇതൊക്കെ കണ്ടോ? പണ്ട് വന്നപ്പോ ഇങ്ങനെയല്ലായിരുന്നു, ഇപ്പൊ ഒക്കെ നശിച്ചു പോയില്ലേ? ഇത് പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവാ, അല്ലേ? ഞങ്ങള് ചുറ്റിക്കറങ്ങി കണ്ടു, മൊത്തം കറങ്ങി കണ്ട് അവസാനിക്കാറായപ്പോഴേക്കും ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ആയില്ലേ? കുറേ ആനകളെ കണ്ടില്ലേ? കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില്. നല്ല രസമായിരുന്നു. കുറേ ആൾക്കാരും ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മഴ ഇങ്ങനെ കുറേശ്ശെ തുള്ളി തുടങ്ങി. അപ്പൊ നമ്മൾ പോവാണ്. ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിലെത്തിയിട്ട് കാണാം കേട്ടോ. ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്തെത്തി.
അപ്പൊ കാറിലിങ്ങനെ ഇരിക്കുകയാണ്. ചെറിയൊരു മഴയുണ്ട്. വലിയ മഴ ഉണ്ടായിരുന്നു വരുമ്പോ, അതിപ്പോ തീർന്നു. ചെറിയൊരു മഴ. അപ്പൊ അതും കൂടി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലോട്ട് പോവാം അല്ലേ സോനു? കൊടയൊക്കെ കൈ തന്നു വിട്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, മഴ ഇപ്പൊ മാറുമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ മഴ എങ്ങനെയാ, ഒന്ന് പെയ്യും എന്നിട്ട് അപ്പൊ തന്നെ മാറും, വെയിലാവും. അതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പോവാം അല്ലേ? അതെ, മാറി, മഴ മാറി. കുറച്ചു നേരോടെ ഇരിക്കട്ടെ, ശരിക്കും മാറിയിട്ട് പോവാം. മഴ മാറി. ആൾക്കാർ കൊട കൂടിയാ പോണ്. അത് കുഴപ്പമില്ല, ചെറിയ മഴയാ, നമുക്ക് നടക്കാം. അപ്പൊ നമുക്ക് പോവാം. ഇത് മീൻ നോക്ക്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങി. ഇപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഞങ്ങൾ അമ്പലത്തിലൊക്കെ വരുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ നമ്മുടെ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഇന്നും ഞങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ ഈ ഓണത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം ഇനി നമുക്ക് കുറച്ചൊക്കെ ഇവിടെ നടക്കാം, പിന്നെ ചായ ഒന്നും കുടിക്കാം. ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. മസാല ദോശ ഓർഡർ ചെയ്തു രണ്ടാൾക്കും. അമ്മയ്ക്കുള്ള പാഴ്സൽ പറഞ്ഞിട്ടുണ്ട് മസാല ദോശ, പിന്നെ രാത്രി ഡിന്നറിനുള്ള ചപ്പാത്തി പറഞ്ഞിട്ടുണ്ട് നമ്മളെ. അപ്പോൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. വിശക്കുണ്ടോ? എനിക്ക് വിശക്കുണ്ട്. എനിക്ക് ഉച്ചയ്ക്ക് കഴിച്ചതൊക്കെ ദഹിച്ചു. അപ്പോൾ മസാല ദോശ വെയിറ്റിംഗ് ആണ്. നമ്മളിവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്? പുതിയതാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു കണ്ടിട്ട് ഇതൊരു പുതിയതാന്ന് തോന്നുന്നുണ്ട്. ഫുഡ് അതുപോലെ നല്ലതാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഞങ്ങളുടെ മസാല ദോശ ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, മസാല ദോശ എത്തി, ചൂടോടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. കഴിച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ടോ നോട്ടെ. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല. കഴിച്ചോട്ടെ. അങ്ങനെ ഞങ്ങള് വേറെ പ്രാർത്ഥിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പോവാ അല്ലേ? ഇനി നമ്മൾ പോവാണ്. കുറേ നേരം ഇവിടെയൊക്കെ നടന്നു, പ്രാർത്ഥിച്ചു, അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു, ചായ കുടിച്ചു. ഇനി നമ്മൾ പോവാ. കാരണം വീട്ടിൽ കുറച്ച് നേരം അമ്മയായിട്ട് വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യണം, കുറച്ച് നേരം കൂടി. നാളെ രാവിലെ നമ്മൾ പോവല്ലേ? ഇനി ഇവിടെ പോണ വഴിക്ക് കാണാം. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കാണാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാണ്. ഞങ്ങളങ്ങനെ തിരിച്ച് പോവാണ്, വീട്ടിലോട്ട് തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മേടിച്ചത് ചെറിയൊരു കൃഷ്ണൻ്റെ ഒരു ഇത് വാങ്ങിച്ചു. ഇത് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ അങ്ങനെ കുറേ അമ്മയ്ക്ക് അവിടെ ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ കുറേ ഇതുപോലത്തെ കുറേ ഉണ്ട്. ഒരു ചെറിയൊരു പൂജാ മുറി തന്നെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് പൂജാമുറിയിലൊക്കെ അതിനെങ്ങനെ അത് മുല്ലപ്പൂവ് ഇടയ്ക്കിടയ്ക്ക് അമ്മ മേടിച്ചിങ്ങനെ മുല്ലപ്പൂവൊക്കെ അതിനിങ്ങനെ
ചാർത്തി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് മുല്ലപ്പൂ അമ്മയ്ക്ക് മേടിച്ചു. കൃഷ്ണൻ്റെ ചെറിയൊരു ഇത് ഭംഗിയില്ലേ? അമ്മയുടെ കുറേ കളക്ഷൻസിൽ ഒരെണ്ണം നീതി ഇരിക്കട്ടെ. എല്ലാവരും കണ്ടില്ലേ? എല്ലാവർക്കും നല്ലത് വരുത്തണം കേട്ടോ. ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ലത് വരുത്തണേ. എല്ലാവരുടെയും ഓണമൊക്കെ അടിപൊളിയാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. അമ്മ ഞങ്ങൾ വന്നു. കൃഷ്ണന്റെ ഒരു ഇത് മേടിച്ചു. പുതിയൊരാൾ അമ്മയുടെ കളക്ഷൻസിൽ പുതിയൊരാൾ കൂടി ഇരിക്കട്ടെ. കൊറേ ഉണ്ട് അമ്മയ്ക്ക്. ഇത് മുല്ലപ്പൂവ് അമ്മ ഞങ്ങൾ ചാർത്തിക്കും. രാത്രിക്കുള്ള ചപ്പാത്തി മേടിച്ചിട്ടേ. കറി ഇവിടെ ഉണ്ടല്ലോ അല്ലെ? അമ്മ TV കാണുമ്പോ അമ്മയുടെ പണി തീരില്ല. അതമ്മ വെച്ചോട്ടാ. ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നു. ജസ്റ്റ് മുണ്ടും ഡ്രസ്സും എല്ലാം ഒക്കെ ഒന്ന് മാറിയിട്ട് ഇങ്ങനെ മുറ്റത്തോടെ നടക്കുകയാണ്. ഇവിടെ നടക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്. അതെ, നൈറ്റില് രാത്രി ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ മയിലുകളൊക്കെ ഉണ്ട്. കുറേ മയിലിന്റെ ശബ്ദം കേട്ടു. പക്ഷെ അത് മുകളിൽ അങ്ങോട്ട് ഏറ്റവും മുകളിൽ ടെറസിന്റെ മുകളിലൊക്കെ ഇരിക്കുകയാണ്. നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും രണ്ടെണ്ണത്തിന് കാട്ടാം. അമ്മ ഇങ്ങനെ പറയണ കേട്ടു ഇവിടെ എപ്പോഴും മയിലുകൾ ഇങ്ങനെ വരും. ശബ്ദവും കേട്ടു. അതൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കില്ലേ, ആ ശബ്ദവും ഞാൻ കേട്ടു. അത് ചിലപ്പോ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. മുമ്പൊക്കെ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. രണ്ടെണ്ണം അങ്ങനെ പീലിയൊക്കെ വിടർത്തിയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇനി നമ്മൾ പോണതിന്റെ മുമ്പ് വരികയാണെങ്കിൽ കാട്ടാം. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നിങ്ങനെ വർത്താനം പറയും. എവിടെയാകുമ്പോൾ കുറേ സ്ഥലം ഉണ്ടല്ലോ. വീട്ടിൽ വരുമ്പോൾ പിന്നെ മുറ്റത്തൊക്കെ കുറേ സ്ഥലമുള്ള കാരണം ഇങ്ങനെ രണ്ടാൾക്കും ഇങ്ങനെ നടന്ന്. അവിടെ ഫ്ലാറ്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ ഫ്ലാറ്റിൻ്റെ താഴെയൊക്കെ ഇറങ്ങുമ്പോൾ പ്രൈവസി കുറവല്ലേ, കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഇവിടെ വരുമ്പോൾ വേറൊരു ഫീല് ഇല്ലേ, തോന്നിയില്ലേ? വേറൊരു ഫീല്. അതെ, രണ്ട് ഫീലാണ്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നടക്കുകയാണ് രണ്ടാളും. മടുത്തോ? മടുത്തിട്ടൊന്നുമില്ല. എന്ത് മടുക്കാൻ, ഒരു രസം. ഗുരുവായൂരൊക്കെ പോയി വന്നപ്പോ അമ്മ കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മള് മസാല ദോശ മേടിച്ചത് അത് കഴിച്ചിട്ടിരിക്കുകയാണ് അമ്മ. ഇനി രാത്രി ഡിന്നർ അല്ലേ, ചപ്പാത്തി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിടന്ന് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. നാളെ രാവിലെ പോലാണ്. പിന്നെ നമ്മൾ ഏതായാലും വ്ലോഗ് എറണാകുളം ചെന്നിട്ടാണ് അവസാനിപ്പിക്കുള്ളൂ. അപ്പൊ എല്ലാരും തീർന്നോടം വരെ കാണണം അല്ലേ? അതെ, ഫുള്ള് കാണണം, സ്കിപ്പ് ചെയ്യൊന്നും ചെയ്യരുത്. പലരും കമന്റ്സ് ഇടുന്നത് അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടിട്ടാണ്. മുഴുവൻ കണ്ടിട്ട് വേണം കമന്റ്സ് ഒക്കെ. നമ്മൾ ഇതിനു മുമ്പ് 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇത് കാണുന്നവര് അത് കണ്ടില്ലെങ്കിൽ ആദ്യത്തെ കാണണോട്ടാ. പാർട്ട് 1 കണ്ടിട്ട് വേണം പാർട്ട് 1 അല്ല, അതിനു മുമ്പ് ഓണക്കോടി എടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മള് ആലപ്പുഴ പോയിട്ടുണ്ട്. ഓണക്കോടി എടുത്തതൊന്നും കുറെ പേര് കണ്ടിട്ടില്ല. സ്ഥിരം കാണുന്ന കുറെ പേര് കണ്ടിട്ടില്ല. എല്ലാരും കാണണേ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ വ്ളോഗ് എടുത്ത് ഇടുന്നത്. ഇടയില് ഒക്കെ പല കാര്യങ്ങളുടെ ഇടയിലും നിങ്ങൾക്ക് കാണണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വ്ളോഗ് ചെയ്യുന്നത് തന്നെ. അപ്പൊ നിങ്ങൾ കാണാതിരിക്കരുത്. നിങ്ങൾ കാണാതിരുന്നാൽ പിന്നെ വ്ളോഗ് ചെയ്യില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ കാണണം. എന്നിട്ട് ഇടയിൽ വരും, നിങ്ങൾ ഇടുന്നില്ലല്ലോ, വീഡിയോ ഇടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇടുമ്പോട്ട് കാണുമില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മള് ഇടുമ്പോ എങ്ങ് ഇട്ടോണ്ടിരിക്കും. പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഒറ്റ പോക്ക. അതെ, ചിലർ പറയാം മാവേലി ഒന്നല്ലത് വീണ്ടും വന്നില്ല എന്ന്. അതെ, എന്നാലും ഇടുമ്പോഴെങ്കിലും എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം അങ്ങനെ. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നടക്കുകയാണ് രണ്ടുപേരും. ഇങ്ങനെ ഇവിടെ നടക്കട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം അല്ലേ? ബോറടിക്കുന്നുണ്ടോ നിങ്ങക്ക്? ബോറടിക്കുന്നില്ലല്ലോ. അപ്പൊ ശരി, അപ്പൊ ഞങ്ങൾ നടക്കട്ടെ കേട്ടോ. പിന്നെ കാണാം. അമ്മ അമ്മ വായു ഇരിക്കേ. കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ കേട്ടാ. മസാല ദോശ കഴിച്ചാൽ പെട്ടെന്ന് ഇതാവും. കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ കേട്ടോ. ഞാൻ കഴിക്കോളാം അമ്മ. നമുക്കിത് ചപ്പാത്തി ചിക്കൻ കറിയൊക്കെയാണ്. അമ്മ ആദ്യം ഉണ്ടാക്കിയ എല്ലാ കറികളും ഉണ്ട് അല്ലേ? പച്ചക്കറിയും ചിക്കനും ഒക്കെ അറിയാം. നമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വിശ്വസിക്കാൻ മതിയാ.
എത്രത്തോളം പാട് പറ്റിട്ടാണ്. ഞാൻ ഇരിക്കാം അമ്മ. ഞാൻ ഇരിക്കാം. കഴിക്കാണ് കേട്ടോ. അമ്മയുടെ കറികളെല്ലാം നല്ല സൂപ്പർ കറികളാണ്. അമ്മയുടെ കറികളൊക്കെ സൂപ്പർ കറികളാണ്. ഒന്നും എടുക്കണ്ട അമ്മ, എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അമ്മയുടെ കറികളൊക്കെ സൂപ്പറാണ്. മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ അടിപൊളിയാണ്. അമ്മ ഉണ്ടാക്കുന്നത് വേറെ സ്റ്റൈല്, അത് അടിപൊളിയാണ്. അമ്മച്ചി ഉണ്ടാക്കുന്നത് വേറെ സ്റ്റൈല്, അതും അടിപൊളിയാണ്. ടി വിയിൽ എന്തൊക്കെയോ പരിപാടികൾ. ഇത് നമ്മള് ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഓണത്തിന്റെ ആ സമയമായിരിക്കും അല്ലെ സോനു? ഓണത്തിന്റെ തലേദിവസമൊക്കെ ആയിട്ടായിരിക്കും വീഡിയോ. ശരിക്കും നമ്മൾ വന്നേക്കുന്നത് ഓണത്തിന്റെ 4-5 ദിവസം മുന്നെയാണ് വീട്ടിൽ വന്നത്. പക്ഷെ യൂട്യൂബിൽ ഇടുമ്പോ വീഡിയോ ഇടുമ്പോ ഓണത്തിന്റെ ആ ദിവസങ്ങളിലാണ് ഇടുക. അപ്പൊ എല്ലാവരും ഇപ്പൊ ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും. എല്ലാവരും അടിച്ചു പൊളിക്കുക. നമ്മുടെ വീഡിയോ ഇനിയും ഉണ്ട് കേട്ടോ. ഇനി അതെ, നമ്മുടെ മെയിൻ ഓണത്തിന്റെ വീഡിയോ ഓണം കഴിഞ്ഞിട്ടായിരിക്കും. ഓണം കഴിഞ്ഞിട്ടാ വരിക. അപ്പൊ നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് കിടക്കാനുള്ള സമയമായി. ഞങ്ങൾ രണ്ടുപേരും കിടക്കാൻ വേണ്ടിയിട്ട് റൂമിലിങ്ങനെ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു അല്ലേ? വളരെ ഹാപ്പിയായി. അമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചു. ഗുരുവായൂർ അമ്പലത്തിൽ പോയി, ആനത്താവളത്തിൽ പോയി. അങ്ങനെയൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ ഒത്തിരി നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു. അതെ, കുറേ നേരം അമ്മ ഞങ്ങളോട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊന്നും നമ്മൾ ഇതിലെടുത്തിട്ടില്ല. അത് ഞങ്ങള് അല്ലേ വീട്ടുകാർ മാത്രമുള്ള സംസാരത്തില് ഇങ്ങനെ നിന്നു. എന്നും എടുക്കുന്ന അത്ര ഒന്നും എടുത്തില്ല, കുറച്ചെടുത്തുള്ളൂ. വളരെ കുറച്ച് ഭാഗമാണ് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മള് വേറെ കുറേ കാര്യങ്ങൾ അമ്മയായിട്ട് ഷെയർ ചെയ്യായിരുന്നു. അപ്പൊ അമ്മയും ഹാപ്പിയായി. അമ്മയ്ക്ക് ഞങ്ങൾ കൂടെ ഉള്ളപ്പോൾ വളരെ സന്തോഷമാണ്. അങ്ങനെ അപ്പോൾ ഓണമൊക്കെ നിങ്ങളിങ്ങനെ അടിച്ചു പൊളിക്കുകയല്ലേ? അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കുന്നു. കാരണം ഓണം നമുക്ക് വർഷത്തിലുള്ള അല്ലേ ഒരിക്കൽ വരുന്ന ഒരു വലിയ കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമാണ്. ഓണസദ്യ, ഓണത്തിന് കുടുംബക്കാരെല്ലാവരും കൂടിച്ചേരല് അല്ലേ? നമ്മൾ ഓണക്കോടിയൊക്കെ എടുത്ത് ഒരുപാട് എല്ലാ പ്രവാസികൾക്കും എല്ലാവർക്കും ലോകമെമ്പാടുള്ള മലയാളികൾ ആഘോഷിക്കുന്ന ഓണം. അപ്പോൾ ഓണത്തിൻ്റെ ദിവസങ്ങൾ വളരെ അടുത്തു. നമ്മളും ഓണം ആഘോഷിച്ചിട്ടുള്ള വീഡിയോ ഇതിന് ശേഷം വരും. ഓണം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുള്ളൂ. അതെ, പക്ഷെ ഈ വീഡിയോ ഇടുമ്പോ നമുക്കറിയാം ഓണത്തിന്റെ തലേ ദിവസമൊക്കെ ആയിട്ടായിരിക്കും. ഓണം വളരെ അടുത്തെത്തിയ ദിവസങ്ങളിലായിരിക്കും ഈ വീഡിയോ വരിക. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, എല്ലാവരും അടിച്ചു പൊളിക്കുക. നിങ്ങളെല്ലാവരും അല്ലേ? എല്ലാവരും ഓണം പറ്റുന്ന പോലെ, എല്ലാവർക്കും എല്ലാവരുടെ രീതിയും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ എല്ലാവർക്കും അവരാർക്ക് കഴിയുന്ന രീതിയിൽ എല്ലാവരും സന്തോഷിക്കുക, ആഘോഷിക്കുക, അർമാദിക്കുക. ഇനിയിപ്പോ നമ്മളിനി നാളെ രാവിലെ എണീറ്റിട്ട് കാണും. അത് ഇവിടെ നിർത്തല്ല. ഇവിടെ നിർത്തണില്ല. നാളെ നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മള് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുള്ളൂ. എന്നിട്ട് എറണാകുളത്തേക്ക് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോകും. അപ്പോൾ ഫ്ലാറ്റിൽ എത്തിയിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നുള്ളൂ വീഡിയോ. അപ്പൊ അതുവരെ ഉണ്ടാവും, ഇതിന്റെ ബാക്കി ഉണ്ടാവും. അപ്പൊ ഇനി നാളെ സ്കിപ്പ് ചെയ്യരുത്. നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നവർ ഇത് മുഴുവൻ കാണണം. മുഴുവൻ കണ്ടിട്ട് വേണം കമന്റ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഇനി കിടക്കാൻ നോക്കട്ടെ. ഉറക്കവും വരുന്നുണ്ട്. നമ്മള് എറണാകുളത്ത് നിന്നൊക്കെ രാവിലെ ട്രാവൽ ചെയ്ത് വന്നല്ലേ, കുറച്ച് ക്ഷീണമുണ്ട്. അപ്പൊ സമയവും ഒത്തിരിയായി. അപ്പൊ ഇനി ഉറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം. നല്ല ഫ്രഷ് ആയിട്ട് കാണാം. ഉറങ്ങിട്ട് അയ്യോ തലമുട്ടിയോ ചെറുതായിട്ടായി കുഴപ്പമില്ല. കിടക്കട്ടെ കേട്ടോ, നാളെ കാണാം. ചേട്ടാ
ഏട്ടാ സമയം ഒത്തിരി ലേറ്റായി എനിക്ക് സമയം ഞാനും ഇറങ്ങി അലാം വെച്ചോണ്ട് എണീറ്റ്, അല്ലെങ്കിൽ ഞാൻ എണീക്കല്ലായിരുന്നു. സാധാരണ അവിടെ ആകുമ്പോ നേരത്തെ എണീക്കണല്ലേ. നല്ല മുറ്റത്തൊക്കെ നടക്കാം. ഞങ്ങള് രാവിലെ എണീറ്റു, നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് രണ്ടാളും രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ്. എന്തോ സോനു എന്തോ തോന്നുന്നു രാവിലെ? ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ. മഴയൊക്കെ പെയ്തില്ലായിരുന്നു, അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോ ഞാൻ കിടന്നങ്ങ് കുറെ നേരം ഉറങ്ങിപ്പോയി. സാധാരണ ഞാൻ തന്നെ എണീക്കണായിരുന്നു, ഒരു 6:30 ആകുമ്പോ എണീക്കും, അല്ലെങ്കിൽ 7:50. ഇപ്പൊ 7:45 ഞാനും എണീറ്റപ്പോ കുറെ നേരം വൈകിയുന്ന. സാധാരണ നേരത്തെ എണീക്കണതാ. അത് ഇവിടെ വന്നപ്പോ നല്ല സുഖം, നല്ല കുറെ നേരം ഉറങ്ങി. പിന്നെ നല്ല ഫാനിന് നല്ല കാറ്റുമായിരുന്നു, നല്ല ഉറങ്ങി. അങ്ങനെ ഇനി നമുക്ക് ഇന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് എറണാകുളത്തേക്ക്. അതെ, എറണാകുളത്തേക്ക് പോണം. കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ചുറ്റി നടക്കാം. മയിലൊക്കെ കരയുന്ന ശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മയിലുണ്ട് ഇവിടെ, കുറെ മയിലുകളുണ്ട്. മയില് ഞാൻ ഒരിക്കൽ വന്നപ്പോ 2 മയിലുകൾ ചിറകൊക്കെ വിടർത്തിങ്ങനെ നിൽക്കണ കണ്ടു. ഇപ്പൊ നമുക്ക് നോക്കാം, ഉണ്ടാവോ നോക്കാം. മയിലുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഗേറ്റിന്റെ അപ്പുറം ഭാഗത്തുനിന്നായിട്ടെ നമുക്ക് നോക്കാം അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ അവിടുന്ന് കേട്ടു, വീടിന്റെ ബാക്കിൽ നിന്ന് കേട്ടു. ഇത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഒന്നൊന്നല്ല 2, 3 ഒക്കെ ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് പുട്ടും കടലയും ഒക്കെ മുട്ടയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കഴിക്കാൻ പോവാണ്. അമ്മ വായോ, ഞങ്ങളുടെ കൂടെ ഇരിക്കേ. ആ ശരി. അപ്പൊ പയ്യുള്ളൂന്ന് പറഞ്ഞു. നമ്മളിനി എറണാകുളമൊക്കെ കഴിച്ചിട്ട് പോകണം. നമ്മള് ഇത് കഴിച്ചോടുമ്പോ തന്നെ ഇറങ്ങിയാണ്, നമ്മള് പോവാണ്. അതെ, അപ്പൊ ഇനി കഴിക്കാം. എനിക്ക് പുട്ടും കടലയും മതി, പഴം വേണ്ട. എനിക്ക് പുട്ടും പഴവും കോമ്പിനേഷൻ ഇഷ്ടമല്ല. എനിക്ക് പുട്ടും കടലയും ഇഷ്ടം. എനിക്ക് പുട്ടും പഴവും കടലയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് പണ്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കും. പണ്ട് പഞ്ചസാര കിട്ടും. പിന്നെ ഒരു കറി ഇല്ലാതെ പഴം കഴിക്കും. ആവശ്യത്തിന് എടുത്തു കേട്ടോ. മതി, എടുത്ത് ചാറ് ഞങ്ങളിനി കഴിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ട് വേണം. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മള് പോവാൻ നോക്കുകയാണ് അല്ലെ. ഡ്രസ്സൊക്കെ മാറി നമ്മള് പോവാണ്. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അമ്മ ഞങ്ങള് ഇറങ്ങാൻ നിൽക്കുകയാണ്. കൊറേ സാധനങ്ങളെല്ലാം അമ്മഞ്ഞായിട്ട് വായോ. അമ്മല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മമായിട്ട് വായോ. പൂച്ചയൊക്കെ ഇവിടെ നിക്കട്ടെ. അമ്മ പൂച്ചകളെ തന്നെ വരാൻ കൂട്ടാക്കാൻ പോരട്ടെ. പോവാ പോട്ടെ. ഞങ്ങളെന്നാ അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. അമ്മ വായോട്ടെ ഇങ്ങോട്ടെ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടാ കാണുക. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം. അമ്മ ഹാപ്പി ഓണം. അപ്പൊ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി നമുക്ക് ഇടയിൽ വെച്ച് കാണാം അല്ലെ സോനു. ഞങ്ങൾ ഇറങ്ങുകയാണ്. അമ്മ അങ്ങോട്ട് വായോട്ടാ. ശരി അമ്മ. കൊട്ടാക്കിയൊന്നും വേണ്ട കേട്ടമ്മ. അവിടെ എത്തിയിട്ട് വിളിക്കാം. ശരി, പോവാ.
ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശരവണ ഭവനിൽ കയറിയിരിക്കുകയാണ്. അങ്കമാലിയൊക്കെ കഴിഞ്ഞപ്പോൾ ശരവണ ഭവൻ കണ്ടു. അപ്പോൾ അവിടെ കയറിയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എത്തുമ്പോൾ കുറേ ടൈമാണ് ഇവിടെ. അതെ, കഴിച്ചു തുടങ്ങിക്കും. കഴിച്ചു തന്നെ കേട്ടാ, നല്ലോണം വിശക്കുണ്ട്. കഴിച്ചു. അപ്പം നമ്മളിനി കഴിക്കട്ടെ, കഴിച്ചിട്ട് അല്ലേ? കഴിച്ചിട്ട് കാണാം. കഴിച്ചിട്ട് നമ്മൾ ഇനി നേരെ ഫ്ലാറ്റിലോട്ടാണ് പോണത്. ഫ്ലാറ്റിലെത്തിയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാ കറികളും ഉണ്ട്. ഇന്ത്യയില് പപ്പട, ഇവിടുത്തെ പപ്പട ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയിരിക്കുകയാണ്. എറണാകുളത്ത് നമ്മുടെ ഫ്ലാറ്റിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനി ഓണം വളരെ അടുത്തെത്തിയില്ലേ? എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കുന്നു വിചാരിക്കണം. അതെ, ഈ വീഡിയോ ഓണത്തിന്റെ തലേന്നായിരിക്കും നിങ്ങൾ കാണുക. അതെ, അപ്പൊ ഞങ്ങളുടെ ഓണാഘോഷത്തിന്റെ വീഡിയോ ഇതിന് ശേഷമാണ് വരിക കേട്ടോ. ഓണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓണത്തിന്റെ ഓണാഘോഷ വീഡിയോ ഒക്കെ ഇടുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വീട്ടുകാരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാ കൂട്ടുകാർക്കും. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കുക. നമ്മൾ ഇനി അടുത്ത വീഡിയോയിലായിരിക്കും കാണുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കണു. അപ്പൊ ഇഷ്ടമാണെങ്കിൽ ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇനിയും സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയില് ഓണാഘോഷ വീഡിയോയില് കാണുന്നവരിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. ബൈ.